കടയിൽ പോയി ഒരു ലക്ഷം വള വാങ്ങി അക്കിലെല്ലാം പൂവാൻ കുത്തി കണ്ണിലെല്ലാം. ഹലോ ഗൈസ്, നമ്മള് ലേക്ക് ഷോർ റിട്രീറ്റില് ഒരു സ്റ്റേക്കേഷന് പോവാണ് നമ്മളെല്ലാരും. ഞങ്ങൾ 10 പേരുണ്ട്, 2 കാറിലായിട്ടാണ് പോണേ. അപ്പൊ തുറക്കത്തില്ല. കഴിഞ്ഞ ട്രിപ്പിൽ ഫുൾ കോൺടാക്ട് ഞാനായിരുന്നു. തേങ്ങ ഉടക്കടാ. ഭയങ്കര മഴ ഇവിടെ. നമ്മളൊരു ഉച്ചയാണിപ്പോ, ഒരു 2 മണിയായിട്ടേ ഉള്ളൂ. നമ്മള് 2 മണിക്കാണ് ചെക്കിൻ പറഞ്ഞ, കാള വരാൻ ലേറ്റായി. സോ നമ്മളപ്പോ പൊക്കോണ്ടിരിക്കുകയാണ്. തുടങ്ങിയതേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമ്മള് പ്രചോദം എല്ലാവരും ഒരു കാറില്, ബാക്കി 5 പേര് ഒരു കാറിൽ. അങ്ങനെ നമ്മൾ വർക്കല പോവുകയാണ്. അങ്ങനെയല്ല, ഇങ്ങനെ പോണ ഫ്ലൈറ്റ്. നമ്മള് കുറച്ച് പേരാണ് ഈ കാറിലുള്ള, ബാക്കിയുള്ളവരൊക്കെ മറ്റേ കാറിലാണ്. എന്നെ ചതിച്ച് എന്നെ ഹിറ്ററാക്കിയത് എല്ലാം കൂടെ ചേർന്ന് കൊറേ അമ്മച്ചിമാരാ. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗൊന്നും നമ്മള് പ്ലാൻഡ് വ്ളോഗൊന്നും അല്ലായിരുന്നു. നമ്മള് ജസ്റ്റ് ചുമ്മാ എടുത്ത വ്ളോഗ്. ഇത് പ്ലാൻഡ് ആണ്. ഭയങ്കര നോയ്സാണ്. അതെ, ഇപ്രാവശ്യം നമ്മള് വൃത്തിക്ക് എടുക്കാം. നമ്മൾ കാറിന്റെ അകത്താണ് ഇരിക്കുന്നത്. അതല്ല, ഇതിപ്പോ നമ്മള് വർക്കിലെ പോകുമ്പോ നമ്മള് മാത്രമുള്ള പ്രോപ്പർട്ടിയില് വേറെ ഒച്ചപ്പാടുകളൊന്നും നമ്മൾ മതിയല്ലോ ഒച്ചപ്പാടുണ്ടാക്കാൻ. നമ്മൾ മാത്രമാണ് ഒച്ചപ്പാടുണ്ടാക്കണം. കഴിഞ്ഞ ദിവസം നമ്മള് മലേഷ്യ പാപ്പിൽ നമ്മൾ സ്ട്രീറ്റിൽ പോയി, പുറത്ത് പോയി. അപ്പൊ നമുക്ക് ഈ ഫോൺസ് വെച്ച് ഷൂട്ട് ചെയ്യണതിന്റെ ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇത്തവണ കുറച്ചുകൂടി സൂപ്പറായി. നമ്മളിതാ എത്തിയിരിക്കുകയാണ് ലേക്ക് ഷോർ റിട്രീറ്റിലേക്ക്. നമ്മളപ്പോൾ ലേക്ക് ഷോർ റിട്രീറ്റ് റിസോർട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഡോം സ്റ്റേ കാണിച്ചു തരാം. ഡോം സ്റ്റേ ട്യൂട്ടോറിയൽ ഇങ്ങനെയാണ് നമ്മൾ. ഇതാണ് നമ്മളെ ഡോം സ്റ്റേ. ഇവിടെ അങ്ങനെ കുറെ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂംസ്. ഇത് ഡോമാണ്, ഡോം സ്റ്റേന്റെ റൂമാണ്. നമ്മളിനി ഒരു സിംഗിൾ റൂമും കൂടി നമുക്കുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു മൂട് തോന്നിക്കാറ്. നമ്മുടെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ, നൈസ് വ്യൂ. മഡ് ബാത്ത് ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. നമ്മൾ നമ്മുടെ റൂമിലേക്ക് കയറുകയാണ്. നമുക്കൊരു റൂമും ബാക്കി ഡോമും ആണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റൂം. കൊള്ളാല്ലേ? ഇവിടെ കുറെ പിക്ചേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ട്. ഒരു ബാത്റൂം ചെക്ക് ചെയ്യണം, എങ്ങനെയുണ്ട്? ഓക്കെ, ബെഡ്, നല്ല റൂം, നല്ല വാഷ്റൂംസ് ഒക്കെ നല്ല വൃത്തിയുണ്ട്. സൂപ്പറാണ്. ഇതാണ് കാള. ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, കാരണം ഇവന് മലേഷ്യ വരെ പാസ്പോർട്ട് കിട്ടിയില്ല. അതൊന്നും അതെ. നമ്മൾ പറഞ്ഞു തന്നത്, നമ്മള് ഡിസംബർ തൊട്ട് നമ്മൾ എല്ലായിടത്തും പറയുമായിരുന്നു പാസ്പോർട്ട് എടുക്കണമെന്ന്. പക്ഷേ കുറച്ച് പേർക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് മലേഷ്യ ട്രിപ്പ് പോകണം. അപ്പൊ നമ്മൾ എല്ലായിടത്തും പറഞ്ഞ് പാസ്പോർട്ട് ഇത്ര ദിവസത്തിന് മുന്നേ എടുക്കണം, എന്നാലും നമുക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും അതനുസരിച്ച് പാസ്പോർട്ട് അപ്പൊ കാള പറഞ്ഞ് ഞാൻ ഒരാളെ ഏൽപ്പിച്ചേക്കാണ്. അത് വേറൊരു ടെക്നിക്കാണെന്ന് തോന്നുന്നു. എമർജൻസി പാസ്പോർട്ട് 3 ദിവസത്തിൽ കിട്ടും. അതെ, ഒരു ദിവസത്തില് കിട്ടുന്ന പാസ്പോർട്ടായിരുന്നു. പക്ഷേ എംബസിക്കാർക്ക് പോലും അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് അവർക്ക് ഡൗട്ട് ആയി പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു പാസ്പോർട്ട് വേണം, ഓർഡർ പോണേന്റെ ഒരാഴ്ച മുന്നേ വരെയും പാസ്പോർട്ട് ഒരു ദിവസം കൊണ്ട് കിട്ടുമെന്ന വിശ്വാസത്തിൽ നിന്ന കാളയ്ക്ക് പാസ്പോർട്ട് കിട്ടി. ബെഗിളിത്തരം കാണിക്കണവരാണ് കാള. തരത്തില്ല. നമ്മള് പ്രകൃതി വരണ വഴിയില് മേടിച്ചിട്ട് വന്നു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്താണ് പറയാനുള്ള കാളയ്ക്ക്? ഒന്നും പറയാനില്ല. ഇതൊരു തോട് ഇവൻ ഭയങ്കര വ്ളോഗ് ഒക്കെ ആയിരുന്നു. പണ്ടത്തെ മറ്റേ ട്രിവാൻഡ്രത്തെ മെയിൻ നൈറ്റ് ലൈഫ്
നൈറ്റ് ലൈഫ് ആദ്യമായിട്ട് വ്ളോഗിലാക്കിയ പുള്ളിയാണ്. പിന്നെ ബ്ലോഗിന്റെ പേരെന്താ? എഴുതി കാണിക്കണേ. കാളഭൈരവൻ. ഇതിന്റെ അകത്ത് എഴുതി കാണിക്കണം. എങ്ങനെ പോണുണ്ട്? വ്ളോഗ് റീച്ച് ഒട്ടുമില്ല. ഗൗരിയുടെ ആൾക്കാരുടെ പ്രചോദനം ഉണ്ടെങ്കിൽ മാത്രമേ വ്ളോഗ് വലുതാവൂ. പ്രൊമോഷൻ നിന്റെ യൂട്യൂബ് ചാനൽ വഴി അവന്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ നോക്കി. യൂട്യൂബ് അല്ല, വ്ളോഗ് ഇൻസ്റ്റ ഓൺലി, നോ യൂട്യൂബ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് നിന്റെ അടുത്ത സ്കാം അല്ലേ? എന്നെ കൊച്ചു തുണി എടുക്കണതിന്റെ ബാക്കി പൈസ കഴിഞ്ഞ തവണ മലേഷ്യ കൊണ്ടുപോയി സ്കാം ചെയ്തു. ഇപ്പൊ നമ്മളതിന് 600 രൂപ വെച്ച് വാങ്ങി. ഒരാളെ 600 രൂപ വെച്ച് 10 വരുമ്പോ 6000 രൂപ. അത് പോയിട്ട് നമ്മള് ബിസിനസിന് നീ വന്നില്ലല്ലോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഈ ഒരു റിസോർട്ടിലെന്ന് വെച്ചാൽ മഡ് ബാത്ത് ഉണ്ട്. നമുക്ക് പിന്നെ വെള്ളത്തിൽ ചാടാൻ പറ്റും, നമുക്ക് കായലില് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ചാടാൻ പറ്റും, പിന്നെ കയാക്കിങ് ഉണ്ട്. ഇപ്പം പക്ഷെ നമ്മള് ഭയങ്കര മഴയും കാലാവസ്ഥയൊക്കെ മോശമായത് നമുക്ക് അങ്ങനെ പറ്റില്ല. നമ്മള് വർക്കല ലേക്ക് ഷോർ റിട്രീറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മഡ് ബാത്ത് ഉണ്ട്. ഭയങ്കര എൻവയോൺമെന്റുമായിട്ട് നമ്മള് ചേർന്ന് നിൽക്കുന്ന ടൈപ്പിലൊരു സ്റ്റേ ആണ്. അപ്പൊ നമ്മൾ അടുത്ത് നെക്സ്റ്റ് മഡ് ബാത്ത് ചെയ്യാനായിട്ട് പോവാണ്. മഡ് ബാത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന ആ കായലില്ലേ, ആ കായലിലേക്ക് നമുക്ക് ചാടാൻ പറ്റും. ഇവർ ലൈഫ് ജാക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. സോ സേഫ് ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മളിപ്പോ പ്ലാൻ ചെയ്തേക്കണം. എടാ തന്നിടോ, അതാ അതാടാ അതാടാ. ഞാൻ വ്ളോഗ് ക്ലോസ് ചെയ്തേ. ഞാൻ പറയാം 1 2 3 സ്റ്റാർട്ട്. ഞാറ് പൊലിച്ചേ മക്കള് വന്നേ കൊയ്തെടുത്തേ തമ്പ്രന്റെ മക്കള് കൊയ്തെടുത്തേ. നമ്മളാണ് മറ്റേ വ്ളോഗ് വൈറലാക്കിയത്. ബിൽഡിംഗ് എവിടെ എവിടെ എവിടെ? എന്താണ്? ഹായ് ഗൈസ്, ദിസ് ഈസ് മഡ് ബാത്ത്. നമ്മളിനി ഇങ്ങോട്ട് ഇറങ്ങി ചാടാൻ പോകുന്നു. ശില്പായിട്ടോ ഞാൻ പോകുന്നു. നമ്മളിപ്പോൾ ഗോപാലകൃഷ്ണ ബ്ലഡ് ആര്യായം ഏയാരം ബ്ലഡ്. ഇവന് ബ്ലഡ് എന്താ തല ഇറങ്ങും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ടീം സ്പ്ലിറ്റ് ആക്കാം. ഒരു അമ്മ കടയിൽ പോയി ഒരു ലക്ഷം വള വാങ്ങി. പണ്ടില്ല അക്കിലെല്ലാം പൂവാൻ കുത്തി കണ്ണിലെല്ലാം. അതേനാ അച്ഛനെ പോലെ ചിന്തിക്കും ബാഹുബലി. അശ്വതി ലൈൻ നമ്മുടെ ടീമിൽ ആരുമില്ലേ? ഇവനെ ഞാൻ നോക്കിക്കോളാം. അതിനായിരുന്നു നോക്ക്. വള്ളി വിളിച്ചു കേട്ടേ. ഇവിടെ കുത്തി
ചവിട്ടി നോക്കി നോക്കി എന്തെങ്കിലും സാധനം അടുത്ത് കിടപ്പുണ്ടാകുന്നു. നമുക്കിങ്ങനെ അവർ ലൈഫ് ജാക്കറ്റ് ഒക്കെ തരും, ഭയങ്കര പ്രൊട്ടക്ഷൻ ഒക്കെയാണ്, അപ്പോൾ ഭയങ്കര സേഫാണ്. ഇവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നീന്താം. പിന്നെ മഴയൊക്കെ ഉള്ള സമയത്ത് അവർ കുറച്ച് ഇറക്കാനൊരു ഇതാണ്, അല്ലാത്തപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങാം. പിന്നെ ഭയങ്കര ഒരു വൈകിട്ടൊക്കെ ആയ ഭയങ്കര ഒരു വേറെ തന്നെ ഒരു വൈബ്, നല്ല രസമുണ്ട് ഗൈസ്. സോ ഗൈസ് നമ്മള് കുളിച്ച് വൃത്തിയായി ചെളിയിലൊക്കെ പോയിട്ട് എന്നിട്ട് ഇപ്പൊ ഇതാ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവര് തന്നെയാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് തന്നത് അല്ലേ? എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാം. ചിക്കൻ ഫ്രൈ ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി, പിന്നെ കറികൾ, ഇനി ഐറ്റംസ് വരാനായിട്ടൊക്കെ ഉണ്ട്. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വീങ്ങണത്. ഫുഡ് പറ. താങ്കൾ Next morning. ഗുഡ് മോർണിംഗ് ഗൈസ്, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കൈ കാണിക്കും ഇന്നലത്തേൻ്റെത്. ഇന്നലെ നമ്മൾ മഡ് ബാത്ത് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഗൗരിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. Hi guys, welcome to my vlog. Wow. Flashback. End of flashback. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയില്ല. ക്യൂരിയസ്. ഗായ്സ്, പണ്ട് ഇവൻ എന്റെ ബ്രഷ് ഇട്ട് പല്ല് കഴിക്കുമായിരുന്നു. രാവിലെ എല്ലാ ദിവസവും ബ്രഷ് അടിച്ചു മാറ്റി പല്ല് കഴിക്കും. ബ്രഷ് മൂഴിയാണെങ്കിൽ നമ്മളെല്ലാം അണ്ടർവെയർ മാറിയിട്ടുള്ളൂ. മാറിയല്ല, അവനില്ലാത്തോണ്ട് പോകും. അവൻ പല സ്ഥലങ്ങളിൽ ഊരിയിട്ട് എടുക്കാൻ മറന്നു. ഇത്ര സൈസില്ലായിരുന്നു, അത് ഫിറ്റ് ആവും എല്ലാരും. മഞ്ഞപ്പൂട്ട് എന്തോന്ന് ഫ്ലേവർ ആണെന്ന് അങ്ങനെയൊന്നും ഇല്ലേ? ഇല്ലാത്തമാരുടെ കൂടെ ഇരുന്നിട്ട് രാവിലെ തന്നെ ആര്യയുടെ വായിൽ കിട്ടി. അതാണ് ചോദിച്ചത്. ഫ്ലേവർ ഇവനൊന്നും ഒന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് സോ പൂജ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. കാള ഉത്തരം പറയാം. അത് കുഴപ്പമില്ല. ഒരു കുളത്തിൽ കുറെ താമരയുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഡേയില് 2 താമരയാണെങ്കിൽ സെക്കൻഡ് ഡേ അത് 4 പിന്നെ 8 അങ്ങനെ പോകും. അങ്ങനെ 14ാമത്തെ ദിവസം ആ കുളത്തിൽ പകുതി താമരയും ഇനി ആ കുളത്തിൽ ഫുൾ താമരയാവാൻ എത്ര ദിവസം എടുക്കും? തുടക്കം മാത്രം അറിയാവുന്നാരും പറയണ്ടേ? BJP ഒന്നും പറയല്ലേ. അവരോട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ എനിക്കറിയാം. ഫസ്റ്റ് ഡേ 2 താമര, അവന് പറഞ്ഞൂടാ, അപ്പുറത്തേക്ക് പറഞ്ഞൂടാ. ഉത്തരം പറഞ്ഞു. തേർഡ് ഡേ 8 ആവും. ഇനി 14ാമത്തെ ദിവസം ആ കുളത്തിൽ പകുതി താമരയും എത്ര ദിവസം എടുക്കും ഫുൾ നിറയാൻ?
പറയട്ടെ ഉത്തരം പറയട്ടെ. അതല്ല ഞാൻ ഫസ്റ്റ് ഡേ അതിനകത്ത് കുറച്ച് താമര ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അല്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞ അത് വളരുന്ന രീതി. നീ ഉത്തരം പറ. എനിക്കറിയാം. അനന്തിനറിയാമോ ഉത്തരം? മരക്കൊന്നും അറിഞ്ഞൂടാ. ഒന്നുകൂടെ ശാസ്ത്രീയമായിട്ട് ഇത് ശരിയാണോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര ഫുള്ള് ഇപ്പൊ താമര വളരും. അതല്ല അല്ല ഈ താമര ഇല്ലേ, ഈ താമര പൂത്തിട്ട് ഇതാവൂലേ, അപ്പോഴത്തേക്ക് ഓരോ ബ്ലോസം പറഞ്ഞിട്ടുണ്ട്. നീ ശാസ്ത്രീയം വിട്. ആ അതാണ്. അപ്പം ഇപ്പം താമര വിരിയും, പിന്നെ അത് പോകും, അടുത്ത വീണ്ടും താമര വരും. ഇതല്ല മാത്സ് ആണ്, മാത്സ് ആണ്. അറിയാമോ ഇല്ലേ? മാത്സിനായിട്ട് ഇഷ്ടമുള്ള സബ്ജക്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും വെറുത്തത് ഏറ്റവും സബ്ജക്ട് ആയിരുന്നു മാത്സിനാണ്. മാത്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടെന്നങ്ങ് പറ. വലിയൊരു ഉത്തരം പറ. അറിഞ്ഞൂടെന്ന് പറയില്ല. ഞാൻ മണ്ടനാണ്. അതൊരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ആൾക്ക് ആൻസർ ഉത്തരം 3 ഓപ്ഷൻ കൊടുക്കാം. പോയിട്ട് പിന്നെ അനന്ത് ഉത്തരം പറ. അനന്ത് മാത്സ് ഒക്കെ 14 ദിവസമായപ്പോ പകുതിയായി. അപ്പം 14 ദിവസം പകുതിയാകുമ്പം പകുതിയുടെ ദിവസം ഫുള്ളാവില്ലേ? അവരിപ്പോഴും മനസ്സിലായില്ല കാളയ്ക്ക്. ഗൈസ് നമ്മള് കയാക്കിങ്ങിന് പോവാൻ പോവാണ്. ആദർശിന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആൽക്കിന്റെയും കാളയുടെയും. പക്ഷെ ചെയ്യാറുണ്ട്. ഓക്കെ നമ്മൾ കയാക്കിങ്ങിന്റെ പകുതി വഴിയിൽ നിൽക്കുകയാണ്. പുറത്തോട്ടൊന്നും തുഴയുന്നില്ല. ഞാനാണ് ഇവിടെ ഫുൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. ഗൈസ്, നമ്മുടെ മെയിൻ റൈഡർ തുഴയേഴ്സായ 2 പേരാണിത്. എക്സ്പീരിയൻസ് പറയൂ. പറയാത്ത ആദർശേ, ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. നമ്മുടെ കൂടെയുള്ള പെണങ്കുണ്ണികളെ കാണണോ? ഹായ് പറയൂ പൂജ. പെണങ്കുണ്ണികളെ കാണണോ? ഞാൻ നോക്കിക്കോ. ഒന്ന് പറയൂ, എക്സ്പീരിയൻസ് പറയൂ. സൂപ്പർ സാധനം. ആദർശ്, എക്സ്പീരിയൻസ് പറയൂ. കുറച്ച് കാർഡിയോ ആണ്, ദേഹമാണ്. കുറച്ച് പുട്ട് കൊണ്ടെടുക്കട്ടെ? ഒരു കുട്ടി പുട്ട് എടുക്കട്ടെ? എടുത്താ കൊള്ളാം. എല്ലാവരും ആഫ്റ്റർ കയാക്കിങ് ഇവിടെ എത്തിയിരിക്കുകയാണ്. പിക്കെ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഓസം. ഹലോ ഗായ്സ്, നമ്മൾ കരിക്ക് കുടിക്കാൻ വന്നു. നമ്മൾ വീട്ടിൽ പോണ വഴിയാണ്. അതിനിടയിൽ ഒരു കരിക്ക് കൂടി കുടിക്കാൻ വിചാരിച്ചു. നമ്മൾ തിരിച്ചു വരികയാണ്. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് കയറി. നമ്മളെ തിരിച്ചെത്തി. എല്ലാരും തിരിച്ചെത്തി. ക്ഷീണിതരാണ്. അതെ.